CH സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയാതെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ നൽകിയ വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തി എന്നാണ് പരാതി. അപേക്ഷിക്കാൻ അനുവദിച്ചത് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണെന്നും സമയം നീട്ടി നൽകണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇപ്പോൾ നമ്മുടെ കോളേജിൽ വേറെ പല സ്കോളർഷിപ്പുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അതിനെല്ലാം 1-2 മാസമാണ് അപേക്ഷിക്കാനുള്ള ടൈമുള്ളത്. പക്ഷേ CHൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഒരു 10 ദിവസം, കൂടിപ്പോയ ഒരു 15 ദിവസം, അതിൻ്റെ ആ ഒരു ടൈം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു CH എന്ന് പറഞ്ഞാൽ അറിയാലോ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അത് നമ്മൾ അക്ഷയ വഴി അപ്ലൈ ചെയ്തിട്ട് കിട്ടുമ്പോഴത്തേന് ഒരു ടൈം എടുക്കും. അപ്പോൾ തന്നെ നമ്മൾ 10 ദിവസം എന്നുള്ളത് ഒരു 5 ദിവസമൊക്കെ പോകും. പിന്നെ അതിൻ്റെ പിന്നാലെ വേറെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഓഫീസിൽ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേന് ഒരു 10 ദിവസം കഴിഞ്ഞ് പോകണം. അപ്പോൾ ഈ കുട്ടികൾക്ക് 10 ദിവസം എന്നുള്ളത് ഒരു മാസമെങ്കിലും ആയിട്ട് നീട്ടി കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. കുട്ടികൾക്ക് അത്രയും നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ CH മുഹമ്മദ് ഖാന്റെ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കൊല്ലം മുതലാണ് തുടങ്ങിയതെന്ന് തോന്നുന്നു വെബ്സൈറ്റിന്റെ പ്രശ്നമൊക്കെ. കാരണം ഇതിനു മുമ്പൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മുതൽ ഭയങ്കര ടൈമും ഭയങ്കര ഷെഡ്യൂൾഡാണ്. അപ്പോൾ അതിനെ പറ്റി സൈറ്റിന്റെ ഇഷ്യൂ അത്യാവശ്യമുണ്ട്. പിന്നെന്താ വെച്ചാൽ ടൈം തീരെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഈ CH സ്കോളർഷിപ്പ് ഒരുപാട് വർഷങ്ങളായിട്ട് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് തന്നെയാണ്. പക്ഷേ ഈയിടെയായിട്ട് വിദ്യാർത്ഥികൾ അതിന്റെ പുറകെ നടന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അതായത് സൈറ്റിൽ എപ്പോൾ നോക്കിയാലും സ്വാഭാവികമായിട്ടും ഏത് സ്കോളർഷിപ്പ് വെബ്സൈറ്റ് ആയി കഴിഞ്ഞാലും ജാമും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ചുള്ള അപ്ഡേഷൻസ് ഈ പുതിയ സൈറ്റിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇടയ്ക്കിടെ ഈ ഒരു സൈറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇഷ്യൂസ് ഉണ്ടോ, അത് സെറ്റ് ആയോ എന്നുള്ളത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് തന്നെ ഒരു അക്കാഡമിക് സ്ട്രെസ്സിൽ നിൽക്കുന്ന ടൈമിൽ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ജംഷീർ കൊടിഞ്ഞിശ്ശേരിന്റെ വിശദാംശങ്ങൾ നൽകാനായി. ജംഷീർ, നിരവധി പ്രതിസന്ധികൾ ഉണ്ടെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ജീന, ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത്. ഈ CH സ്കോളർഷിപ്പിന്റെ സമയം ഇന്ന് അവസാനിക്കുകയാണ്. ഈ അവസാനിക്കുന്ന സമയത്ത് പോലും കൃത്യമായി കുട്ടികൾക്ക് അതിനകത്ത് അപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ വെബ്സൈറ്റിന്റെ ഹാങ്, അതായത് മറ്റു കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും ഒക്കെ മറ്റു സ്കോളർഷിപ്പുകൾക്ക് 2, 3 അല്ലെങ്കിൽ 4 മാസം വരെ അപേക്ഷിക്കാനുള്ള സമയം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഈ CH സ്കോളർഷിപ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വിരലെണ്ണാവുന്ന ദിവസം എന്ന് വെച്ചാൽ ഒരു 10 അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ ഇതിന് അപേക്ഷിക്കണം എന്നുള്ള, അങ്ങനെ ഈ സംസ്ഥാനത്തുടനീളമുള്ള ഇത്തരം ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ ഒരുമിച്ച് ഇത് അപേക്ഷിക്കാൻ വരുന്നതോടെ ഈ സൈറ്റ് ഹാങ് ആവുന്നു എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. കുട്ടികൾക്ക് അത് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ആദ്യം കുട്ടികൾ ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്, അക്ഷയ വഴി മറ്റൊക്കെ ചെയ്യണം. അത് പിന്നീട് കോളേജിലെ നോഡൽ ഓഫീസർമാർ അത് ചെക്ക് ചെയ്യും, വെരിഫിക്കേഷൻ ചെയ്യും. ഈ കുട്ടികൾ നൽകിയ വിവരങ്ങൾ കറക്റ്റാണോ, അവരുടെ പേര് വിവരങ്ങൾ കറക്റ്റാണോ എന്ന് ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ഈ നോഡൽ ഓഫീസർമാർ തിരിച്ച് കുട്ടികൾക്ക് തന്നെ അയക്കും. പിന്നീട് കുട്ടികൾ അത് തിരുത്തി പിന്നീട് അയക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് നടന്നിരുന്നത്. എന്നാൽ ഇത്തവണ ഇപ്പോൾ ഈ വർഷം മുതൽ വെബ്സൈറ്റ് പുതുക്കിയതാണ്. ഈ പുതിയ വെബ്സൈറ്റിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. കുട്ടികൾക്ക് സ്വാഭാവികമായും ഏതെങ്കിലും ഈ കോഴ്സ് സംബന്ധമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സ്വാഭാവികമായും സംഭവിക്കാറുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് തിരുത്താനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ അത് തിരുത്താനുള്ള ഓപ്ഷൻ, എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ വെബ്സൈറ്റിൽ എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ അത് പിന്നീട് ആ കുട്ടിക്ക് അതിന് അപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വെബ്സൈറ്റിൽ ഇപ്പോൾ കുട്ടികൾ പല കുട്ടികളും അതത് കോളേജിന്റെ പേര് നൽകുമ്പോൾ മറ്റു കോളേജിന്റെ പേരാണ് അതിനകത്ത് വരുന്നത്. മാത്രമല്ല ഈ കുട്ടികൾ അവരുടെ വിവരങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യും. ഈ കോളേജ് അധികൃതർക്ക് ആ കോളേജിൽ അത് തുറന്നാൽ ആ വിവരങ്ങൾ കാണാൻ കഴിയും. പക്ഷെ പല കുട്ടികളുടെ വിവരങ്ങളും അതിൽ കാണാൻ കഴിയുന്നില്ല. കുട്ടികൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ കോളേജ് അധികൃതർക്ക് അത് കാണാൻ കഴിയുന്നില്ല. ഈ കോളേജ് അധികൃതർ കണ്ട് വെരിഫിക്കേഷൻ ചെയ്താലേ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കി അത് അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ നിരന്തരമായി ഇതിന്റെ പിറകെ നടന്ന് അവസാനം അവർ പിന്തിരിയേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് കുട്ടികൾ പറയുന്നത്. അവസാനിക്കേണ്ട ദിവസം ഇന്നാണ് അവസാനിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇത് അപേക്ഷിക്കാനുള്ള ദിവസം? ഒപ്പം തന്നെ ഈ ഒരു സാങ്കേതികമായുള്ള പ്രശ്നങ്ങൾ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു? എന്താണ് അവർ പറയുന്നത്?
തീർച്ചയായിട്ടും ഇതിന് ആകെ ഏതാണ്ട് 20 ദിവസം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുന്ന പ്രകാരം 20 ദിവസത്തോളം മാത്രമാണ് ഇത് അപേക്ഷിക്കാനുള്ള സമയമുള്ളത്. ഈ സമയത്തിനുള്ളിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റുകളും അതോടെ മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ തയ്യാറാക്കി ഈ സൈറ്റിലേക്ക് വരുമ്പോഴാണ് ഈ സൈറ്റിന്റെ ഈ വലിയൊരു പ്രശ്നമുള്ളത്. ഇത് പിന്നീട് കുട്ടികൾ ഇതിന് മുന്നിൽ ഇരുന്ന് ഇത് എപ്പോൾ ശരിയാവുമെന്ന് നോക്കിയിരിക്കേണ്ട ഒരു സാഹചര്യം, പലരും മടുത്ത് പിന്മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ഇത് അവസാനിക്കാനിരിക്കാൻ നമ്മളടക്കമുള്ളവർ ഇപ്പോൾ ഈ വിഷയം വിദ്യാർത്ഥികൾ നമ്മളെ ബന്ധപ്പെട്ടപ്പോൾ നമ്മളടക്കമുള്ളവർ ഇത് അധികൃതരുമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ തീയതി മാറ്റിവെക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാകും. ഇന്ന് അവസാനിക്കില്ല, കുറച്ചധികം ദിവസം കൂടി നൽകാമെന്നുള്ളൊരു സൂചന, ഒരു ഉറപ്പ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അല്പം മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വിദ്യാർത്ഥികൾ പറയുന്ന അങ്ങനെ ഈ ഒരു സമയത്ത് മാത്രം അങ്ങനെ നീട്ടിവെക്കുന്നതിനപ്പുറത്തേക്ക് ഇതിന് അപേക്ഷിക്കാൻ ഒരു മാസത്തിലധികമെങ്കിലും സമയം ഇനിയുള്ള കാലങ്ങളിൽ തരണം എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ വെബ്സൈറ്റിന്റെ പ്രശ്നം അടിയന്തരമായി ഇപ്പോൾ 20 ദിവസം നീട്ടി നൽകിയാൽ പോലും ഈ വെബ്സൈറ്റിന്റെ പ്രശ്നം ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഇപ്പോഴും കുട്ടികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെബ്സൈറ്റിന്റെ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്, പക്ഷേ ഇത് സമയം നീട്ടി നൽകും എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ അല്പം മുമ്പ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകും.